ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കൂ. നിങ്ങളുടെ ശരീരത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കാനുള്ള രഹസ്യം ഇതാണ്. ഇത് നിങ്ങളുടെ ആത്മാവിൻ്റെ സംഗീതമായിരിക്കട്ടെ. നിങ്ങളെ സ്നേഹിക്കൂ. നിങ്ങളെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആര് സ്നേഹിക്കും? ഇതിൽ നിന്നാണ് എല്ലാ അത്ഭുതങ്ങളുടെയും ആരംഭം. നിങ്ങൾ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തേടിയാലും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോയാലും ഈ ഒരു കാര്യം മറക്കരുത്. കാരണം എല്ലാം ഇതിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക. അത് സ്വാർത്ഥതയല്ല, അത് മറ്റുള്ളവരോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല, ഇത് വെറുതെയുമല്ല. ഇത് നിങ്ങളുടെ ശരീരകോശങ്ങളെയും മനസ്സിനെയും ഒന്നിപ്പിക്കുന്നു. എന്നോടൊപ്പം ചിന്തിക്കൂ. സ്നേഹത്തിൽ നിന്നാണ് നിങ്ങൾ ക്ഷമിക്കുക. സ്നേഹത്തിൽ നിന്നാണ് മറ്റുള്ളവർക്ക് വില കൽപ്പിക്കാനാകുക. സ്നേഹത്തിൽ നിന്ന് ആരോഗ്യം ഉണ്ടാകുന്നു. സ്നേഹത്തിൽ നിന്ന് വ്യക്തത ഉണ്ടാകുന്നു. സ്നേഹമില്ലെങ്കിൽ നാം വേരില്ലാത്ത ചെടി പോലെ ആയിത്തീരുന്നു. കുറച്ചുകാലം നമുക്ക് മുന്നോട്ട് പോകാം, പക്ഷേ കാലക്രമേണ നമ്മൾ വാടാൻ തുടങ്ങുന്നു. സ്നേഹത്താൽ നമ്മൾ ഊർജമുള്ളവരാകുന്നു, ഉറപ്പുള്ളവരും ആകാശത്തോളം വളരാൻ പ്രാപ്തരായി തീരുകയും ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം നിങ്ങൾക്ക് സാധ്യമാകുന്നു. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്ക് എന്നെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാ, ആരും അത് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതെ, അത് അങ്ങനെ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി ജീവിക്കുന്നു, എല്ലാം അവർക്ക് കൊടുക്കുന്നു. നമ്മളെ നമ്മൾ അവസാനത്തേതായി മാത്രം കണക്കാക്കുന്നു. നമ്മളോട് ത്യാഗമാണ് വലുതെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ സേവിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ ത്യജിക്കാനും നമ്മെ പഠിപ്പിച്ചു. പക്ഷേ കൊടുക്കുന്നത് ചിലപ്പോൾ നമ്മെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. നമുക്കിഷ്ടമില്ലാത്ത നിർബന്ധത്താൽ കൊടുക്കേണ്ടി വരുമ്പോഴാണ് ഇത് നമ്മെ നശിപ്പിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, സ്നേഹദാരിദ്ര്യത്തിൽ നിന്ന് ആർക്കും കൊടുക്കാനാവില്ലല്ലോ. ഒഴിഞ്ഞ കപ്പിൽ നിന്ന് ഒന്നും കൊടുക്കാനാവില്ല. നീ അനുഭവിക്കാത്ത സ്നേഹം നിനക്ക് കൊടുക്കാനാവില്ല. നീ വളർത്തിക്കൊണ്ടുവരാത്തത് നിലനിൽക്കില്ല. നമുക്ക് തുടങ്ങാം. നിങ്ങളെ തന്നെ സ്നേഹിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം സാധിക്കും എന്നർത്ഥമില്ല. അതുപോലെ നിങ്ങൾ എല്ലാ അർത്ഥത്തിലും വിജയിച്ചതിന് ശേഷം എല്ലാം തുടങ്ങാം എന്ന് ചിന്തിക്കരുത്. ചെയ്യാൻ പറയുന്നത് ഇത്രമാത്രം: നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ എല്ലാ വിചാരങ്ങളോടും കൂടെ അംഗീകരിക്കുക. പറയുക, ഞാൻ ആദരവ് അർഹിക്കുന്നു, ഞാൻ സ്നേഹത്തിന് യോഗ്യയാണ്, എനിക്ക് വേണ്ടുവോളമുണ്ട്. ഇതാണ് സത്യം. ഇതാണ് നമ്മിലേക്കുള്ള മടങ്ങിവരവ്. ഒരു നിമിഷം നിൽക്കൂ, ചിന്തിക്കൂ. സ്നേഹമെന്ന് പറയുന്നത് നമുക്ക് എന്തോ കിട്ടുന്നതിന് പകരം കൊടുക്കുന്നതാണോ? ശരിയായ ഒരു കാര്യത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിനാണ്? ഞാൻ ഓവർ വെയ്റ്റ് ആണ്, അത് ശരിയാക്കട്ടെ ആദ്യം, അല്ലെങ്കിൽ പണമുണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ബന്ധങ്ങൾ ശരിയാകട്ടെ. കാത്തുനിൽപ്പ് അവസാനിപ്പിക്കൂ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചാൽ പല ബന്ധനങ്ങളും ഒരു താക്കോൽ ഉപയോഗിച്ച് തുറന്നു വരുന്നത്ര എളുപ്പത്തിൽ അഴിഞ്ഞുപോകും. സ്നേഹം എന്നത് ജീവിതത്തിൻ്റെ അവസാനം സംഭവിക്കേണ്ട ഒന്നല്ല. അതാണ് കവാടം, വാതിൽ. ആ വാതിലിലൂടെ കടന്നു പോകുമ്പോൾ ക്ഷമിക്കുക എന്നത് എളുപ്പമാകുന്നു. ആരോഗ്യം ശരിയാകുന്നു. സമാധാനം കടന്നു വരുന്നു. സ്നേഹമാകുന്ന മണ്ണിലാണ് സുഖമാകൽ, മുറിവുണങ്ങൽ വേഗത്തിൽ നടക്കുന്നത്. വിത്തിന് മണ്ണില്ലാതെ വളരാൻ സ്വയമേവ കഴിയുകയില്ല.
നിങ്ങൾ ഒന്ന് നിൽക്കൂ, ഒരു ശ്വാസമെടുക്കൂ, കണ്ണുകൾ അടയ്ക്കൂ, നിങ്ങളോട് തന്നെ മൃദുവായി പറയൂ, ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുന്നു, എൻ്റെ ബലഹീനതകളെ അംഗീകരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും പറയൂ. ശരിയാവില്ലെന്ന് തോന്നുന്നുവെങ്കിൽ പോലും പറയൂ. വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും പറയൂ. ഇത് വാക്കുകളല്ല, വിത്തുകളാണ്. എത്ര പ്രാവശ്യം നിങ്ങൾ ഇത് ആവർത്തിക്കുന്നുവോ അത്രയും പ്രാവശ്യം നിങ്ങൾ ആ വിത്തിനെ നനയ്ക്കുകയാണ്. ഒരു ദിവസം ഫലമണിയുന്നത് കാണുമ്പോൾ മാത്രം നിങ്ങൾ വിസ്മയിക്കും. ഇത് എന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിന് അലംഭാവം കാണിക്കരുത്. ഈ ഒരൊറ്റ വാക്കുകൾ ആവർത്തിക്കുന്നതിലൂടെ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങളുടെ രോഗങ്ങൾ ഭേദമാകുന്നു, ബന്ധങ്ങൾ ശരിയാകുന്നു. പറയൂ, ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ബലഹീനതകളെ അംഗീകരിക്കുന്നു, ഞാൻ എന്നെ പൂർണ്ണമായും സ്നേഹിക്കുന്നു, എൻ്റെ ബലഹീനതകളെ അംഗീകരിക്കുന്നു.